ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാതിരിക്കാനുള്ള കാരണമുണ്ട്. കമ്പനിയിൽ ഓഡിറ്റിംഗ് ഒക്കെ നടക്കുമായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. കുറച്ച് തിരക്കായിപ്പോയി. രാവിലെ പോയാൽ ലേറ്റായിട്ടാണ് വരിക. അങ്ങനെയൊക്കെ കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ കേരള സമാജത്തിൽ ഇൻഡോ ബഹ്റിൻ ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതെന്തൊരു മഹാഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഇത്രയും വലിയൊരു ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ഒരാളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. Like this. Acá me quedo.
Mr. Dr. G. വിജയലക്ഷ്മി ചേച്ചിയുടെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചേച്ചിയുടെ ഒരു കച്ചേരി ആയിരുന്നു ഇന്നിവിടെ നടന്നത്. പിന്നെ ഹോണറിങ് ചടങ്ങാണ്. ചേച്ചിയുടെ കൂടെ വന്ന ബാക്കിയുള്ള മ്യൂസീഷ്യൻസിനും എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഹോണറിങ് ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒന്നും പറയാനില്ല. എന്നാ സൗണ്ടാന്ന് പറഞ്ഞിട്ടാ, അടിപൊളിയാണ്. എനിക്ക് ആ ARMലെ സോങ് ഭയങ്കര ഇഷ്ടമാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ആണ്. അപ്പോൾ അതും ചേച്ചി പാടിയിട്ടുണ്ട്. എന്നാലും നമ്മൾ ചെന്ന ടൈം നല്ലതായിരുന്നു, അതുകൊണ്ട് ആ പാട്ടും കേൾക്കാൻ പറ്റി. എക്സ്ട്രാ ഓർഡിനറി കർണാട്ടിക് സിംഗർ, അതുമാത്രമല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സിംഗറും. ഇൻസ്ട്രുമെൻസ് ഒക്കെ നല്ല അസാധ്യമായിട്ടാണ് വായിക്കുന്നത്. എന്ത് കൂളായിട്ടാണ് വായിക്കുന്നതെന്നറിയോ. പിന്നെ ബാക്കിൽ അച്ഛൻ്റെ സപ്പോർട്ടുണ്ട്. ചേച്ചിയുടെ അച്ഛൻ ബാക്കിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ചേച്ചിയുടെ അച്ഛൻ്റെ സപ്പോർട്ടും കൂടെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് മ്യൂസിക്കായിരുന്നു. ആളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. എന്തായാലും ദൈവാനുഗ്രഹിച്ചൊന്ന് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഈ ഹോണറിങ് ചെയ്യുന്ന ആ ചേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ബാലമുരളീകൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വോക്കൽ കർണാട്ടിക് സിംഗർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആയിരുന്നു തലേ ദിവസത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നും അവിടെ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ വെച്ചിട്ട് ഹോണറിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ആ പ്രോഗ്രാമിൽ കാണാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇദ്ദേഹത്തിനെ പറ്റി അറിയുന്നത്. ഇങ്ങനൊരു സിംഗർ ഉണ്ടെന്നുള്ളത് ഞാനും അറിയുന്നത് ഇപ്പോഴാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും പറ്റി കേട്ടോ. അപ്പോൾ അതൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതും ഇവിടെ ഷെയർ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഈ ബെഹറിലുള്ള എത്ര പേര് ഈ പ്രോഗ്രാമിന് പോയി എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബെഹറിൽ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. ഈ പറഞ്ഞ പോലെ വിജയലക്ഷ്മി ചേച്ചിയുടെ പ്രോഗ്രാമിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല പാർക്കിംഗ് ഒക്കെ നല്ല ഓവറോൾ ഫുള്ളായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അത്രയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവർക്കും മ്യൂസിക് ഇഷ്ടമാണല്ലോ. ആർക്കാണ് മ്യൂസിക് ഇഷ്ടമല്ലാത്തത്? എല്ലാവരും മൈൻഡ് റിലീഫ് ചെയ്യുന്നൊരു കാര്യമാണ് മ്യൂസിക് എന്ന് പറയുന്നത്. നമ്മൾ ഒന്നെങ്കിൽ ട്രാവൽ, മ്യൂസിക്, അതൊക്കെയാണ് ഓരോരുത്തരുടെയും എന്താ പറയുക, ആ മൂഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്, ഇഷ്ടമാണ് ട്രാവലും ഇഷ്ടമാണ്. മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെയാണ് ട്രാവലിങ്. അപ്പോൾ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇതാണ് മ്യൂസിക് എന്ന് പറയുന്നത്. എന്തായാലും ചേച്ചിയുടെ ഒന്ന് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും കൂടെ എന്തായാലും ഒരു അവസരം കിട്ടി. അപ്പോൾ അവിടെ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ അവിടെ ഇരുത്തിയേക്കാം, കസേരയിൽ ഇരുത്തിയേക്കാം, നിങ്ങൾക്ക് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാം എന്നുള്ള രീതിയിൽ. അങ്ങനെ ചേച്ചിയോട് നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ എന്തായാലും ഭഗവാൻ തന്ന്. അതിന് എന്തായാലും ഹാപ്പിയാണ്. പിന്നെ നല്ല പ്രോഗ്രാമായിരുന്നു. പ്രോഗ്രാമിനെ പറ്റി ഒന്നും പറയാനില്ല. അടിപൊളി കണ്ടിന്യൂസ് പ്രോഗ്രാമായിരുന്നു. ആ വോയിസൊക്കെ നല്ല വോയിസാണ് കേട്ടോ. നല്ല അസാധ്യ വോയിസാണ്. റെക്കോർഡിങ്ങിലുള്ള വോയിസ് നല്ല ഓപ്പൺ വോയിസാണ്. ഇപ്പം ലൈവാണല്ലോ നമ്മളൊക്കെ കാണുന്നത്. അടിപൊളി വോയിസാണ്. നല്ല സൗണ്ടും നല്ല ഇതുള്ള നല്ല അടിപൊളി വോയിസാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത്. ഈ കൈകൂപ്പി നിൽക്കുന്നതാണ് കേട്ടോ ചേച്ചിയുടെ അച്ഛനും അമ്മയാണത്. അപ്പോൾ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഡിയേഴ്സ്.